BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിലെ നിക്ഷേപ അന്തരീക്ഷം സുസ്ഥിരവും മേന്മകളുള്ളതുമാണെന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ട്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ 2024 ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം രാജ്യം ബിസിനസ് സൗഹൃദ അന്തരീക്ഷമുള്ള രാജ്യങ്ങളിൽ വളരെ മുന്നിലാണ്. വിദേശ നിക്ഷേപവും ബിസിനസ്സും ആകർഷിക്കുന്നതിൽ സജീവമായ താൽപര്യം ബഹ്റൈൻ പ്രദർശിപ്പിക്കുന്നു. 160 രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വിദേശത്ത് നിക്ഷേപം നടത്തുന്നത് സംബന്ധിച്ച ഉചിത തീരുമാനങ്ങൾ എടുക്കാൻ US കമ്പനികളെ സഹായിക്കാനാണ് പഠനം നടത്തുന്നത്. മെച്ചപ്പെട്ട നിക്ഷേപ സാഹചര്യങ്ങളുള്ള വഴികളും അവസരങ്ങളും US ബിസിനസ്സുകൾക്ക് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. നിക്ഷേപാനുകൂല അന്തരീക്ഷം, നിയമ നിയന്ത്രണ സംവിധാനങ്ങൾ, ബൗദ്ധിക സ്വത്തവകാശ സംരക്ഷണം, സാമ്പത്തിക മേഖല, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ, ഉത്തരവാദിത്തപൂർവമായ ബിസിനസ് പെരുമാറ്റം, അഴിമതി, തൊഴിൽ നയങ്ങളും സമ്പ്രദായങ്ങളും എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ബഹ്റൈനിലെ നിക്ഷേപ കാലാവസ്ഥ അനുകൂലവും താരതമ്യേന സുസ്ഥിരവുമാണെന്നും റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. ബിസിനസ് സൗഹൃദ അന്തരീക്ഷവും വിദേശ നിക്ഷേപവും ബിസിനസ്സും ആകർഷിക്കുന്നതിനുള്ള സജീവമായ സമീപനം ബഹ്റൈൻ നിലനിർത്തുന്നുണ്ട്. സ്വകാര്യ മേഖലയ്ക്ക് മികച്ച പ്രോത്സാഹനമാണ് രാജ്യം നൽകുന്നത്. മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാർ മൂലം ബഹ്റൈൻ എയർപോർട്ടിലെ വിമാന സർവീസുകൾ വൈകി. കമ്പ്യൂട്ടർ സംവിധാനം പണിമുടക്കിയതോടെ യാത്രക്കാരുടെ ബോർഡിംഗ് തടസ്സപ്പെട്ടു. ഇതോടെ നിരവധി വിമാനങ്ങളിലെ യാത്രക്കാർ എയർപോർട്ടിൽ നിറഞ്ഞു. പിന്നീട് മാനുവലായി യാത്രക്കാർക്ക് ബോർഡിംഗ് പാസ് നൽകി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. വിമാന കമ്പനികളും വെബ്സൈറ്റും റിസർവേഷൻ സംവിധാനവും എയർപോർട്ട് ചെക്ക് ഇൻ സിസ്റ്റവും പ്രവർത്തിച്ചില്ല. ഇതുമൂലം ചെക്ക് ഇൻ നടപടികളിൽ താമസമുണ്ടാകുമെന്നും എയർ ഇന്ത്യ, എക്സ്പ്രസ്, ഇൻഡിഗോ അടക്കം വിമാന കമ്പനികൾ യാത്രക്കാരെ അറിയിച്ചു. യാത്രക്കാർ പ്രശ്നം മനസ്സിലാക്കണമെന്നും കമ്പനികൾ അഭ്യർത്ഥിച്ചു. നിരവധി വിമാന സർവീസുകൾ ഇതിനെ തുടർന്ന് വൈകി. എയർപോർട്ടിലേക്ക് തിരിക്കുന്നതിന് മുൻപ് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെട്ട വിമാനങ്ങളുടെ സമയവും സ്റ്റാറ്റസും പരിശോധിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം യാത്രക്കാരോട് നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് സാങ്കേതിക തകരാറുണ്ടായത്. ബ്ലൂ സ്ക്രീൻ ഡെത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നമാണ് മൈക്രോസോഫ്റ്റിനുണ്ടായത്. ഇതുമൂലം ആളുകൾക്ക് മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ രേഖാമൂലമുള്ള സന്ദേശം ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫയ്ക്ക് കൈമാറി. സഫ്രിയ പാലസിൽ രാജാവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബഹ്റൈനിലെ ഒമാൻ അംബാസഡർ സയ്യിദ് ഫൈസൽ ബിൻ ഹാരിബ് അൽ ബുസൈദിയാണ് സന്ദേശം കൈമാറിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് സന്ദേശം. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തി. മിഡിൽ ഈസ്റ്റ്, പലസ്തീൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട UN രക്ഷാസമിതിയുടെ ഓപ്പൺ ഫോറത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ബഹ്റൈനും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും മെച്ചപ്പെട്ട നിലയിലാണെന്ന് വിലയിരുത്തി. ഗസയിലെ യുദ്ധ സാഹചര്യം, സമാധാനത്തിനുള്ള പോംവഴികൾ, യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, മേഖലയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവയും ചർച്ചയായി. തുർക്കിയിലെ ബഹ്റൈൻ അംബാസഡർ അഹമ്മദ് അലി മൻസൂഖിൽ നിന്ന് പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ നിയമന രേഖകൾ സ്വീകരിച്ചു. അങ്കറയിലെ പ്രസിഡൻഷ്യൽ കോംപ്ലക്സിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ചായിരുന്നു നിയമന രേഖകൾ സ്വീകരിച്ചത്. രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ അഭിവാദ്യങ്ങൾ ഉർദുഗാന് അംബാസഡർ കൈമാറുകയും ചെയ്തു. ഭരണാധികാരികൾക്കുള്ള പ്രത്യഭിവാദ്യം അറിയിക്കുന്നതിനുള്ള ഉർദുഗാൻ മൻസൂഖിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. എല്ലാ മേഖലകളിലും വളർച്ചയും ഉയർച്ചയും നേടാൻ ബഹ്റൈന് സാധ്യമാകട്ടെയെന്നും തുർക്കിയ പ്രസിഡന്റ് ആശംസിച്ചു. KMCC ബഹ്റൈൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനാമ KMCC ഹാളിൽ വെച്ച് പുതുതായി തെരഞ്ഞെടുത്ത സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ പരപ്പൻപൊയിൽ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ സംഗമം മുൻ സംസ്ഥാന പ്രസിഡന്റ് SV ജലീൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് അബീബ് റഹ്മാൻ, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ കൈപ്പമംഗലം, ട്രഷറർ KP മുസ്തഫ, വൈസ് പ്രസിഡന്റുമാരായ അസ്ലം വടകര, AP ഫൈസൽ, റഫീഖ് തോട്ടക്കര, ഷാഫി പാറക്കട്ട, സലീം തളങ്കര, സഹീർ കാട്ടാമ്പട്, സെക്രട്ടറിമാരായ റിയ അഷ്റഫ്, ഫൈസൽ കോട്ടപ്പള്ളി, ഫൈസൽ കണ്ടിത്താഴ, അഷ്റഫ് കാട്ടിൽപിടിക എന്നിവർ സംസാരിച്ചു. പുതുതായി തെരഞ്ഞെടുത്ത
കമ്മിറ്റിക്കുള്ള ഉപഹാരം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിർ ഉള്ളേരി, സംസ്ഥാന പ്രസിഡന്റ് ഹബീബുർ റഹ്മാൻ കൈമാറി. പ്രതിഭ വോളി ഫെസ്റ്റിവൽ റണ്ണേഴ്സായ ജില്ലാ ടീമിനെ സംസ്ഥാന ഭാരവാഹികൾ അഭിനന്ദിച്ചു. ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും വിവിധ ജില്ലാ ഏരിയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരും പങ്കെടുത്ത സ്വീകരണ സംഗമത്തിന് ജില്ലാ ഭാരവാഹികളായ നസീം പേരാമ്പ്ര, അഷ്റഫ് തോടന്നൂർ, മൊയ്തീൻ പേരാമ്പ്ര, തുമ്പോളി അബ്ദുറഹ്മാൻ, റഷീദ് വല്ലിക്കോട് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി PK ഇസ്ഹാഖ് സ്വാഗതവും സെക്രട്ടറി മുഹമ്മദ് സിനാൻ കൊടുവള്ളി നന്ദിയും പറഞ്ഞു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലവും പോസിറ്റീവായതോടെയാണ് നിപ്പ സ്ഥിരീകരിച്ചത്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലെ ഫലവും പോസിറ്റീവായിരുന്നു. എന്നാൽ നിപ്പ സ്ഥിരീകരിക്കാൻ പൂനെ ലാബിലെ ഫലം കാത്തിരിക്കുകയായിരുന്നു. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 15-കാരന്റെ നില ഗുരുതരമാണ്. കുട്ടിയെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കുട്ടി കഴിയുന്നത്. 5 ദിവസം മുൻപാണ് കുട്ടിക്ക് പനി ബാധിച്ചത്. ആദ്യം പാണ്ടിക്കാട് ശിശുരോഗ വിദഗ്ധന്റെ അടുത്ത് ചികിത്സ തേടി. പനി കുറയാത്തതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറി. അവിടെ നിന്നും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റി. രോഗം ഭേദമാകാതെ തുടർന്ന് 19-ന് രാത്രിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുവും നിരീക്ഷണത്തിലാണ്. പ്രതിരോധത്തിന്റെ ഭാഗമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 30 മുറികൾ സജ്ജീകരിച്ചു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുമെന്നും വീണ ജോർജ് പറഞ്ഞു. കുട്ടിയുമായി ഇടപഴകിയ എല്ലാവരും നിരീക്ഷണത്തിലാകും. അതിനിടെ കുട്ടിയുമായി സമ്പർക്കമുള്ള ഒരാൾക്ക് പനിക്ക് ചികിത്സ തേടിയിട്ടുണ്ട്. സമ്പർക്ക പട്ടിക ശാസ്ത്രീയമായി തയ്യാറാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. അനാവശ്യമായി ആശുപത്രികൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. നിപ്പ സംശയിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം PWD റെസ്റ്റ് ഹൌസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. 048327320110 കൺട്രോൾ റൂം നമ്പർ. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് നിപ വൈറസിന്റെ പ്രഭവ കേന്ദ്രം. അതിയന്നൂർ മുള്ളുവിള പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന മാതാ പൗൾട്രി ഫാം അടച്ചുപൂട്ടണമെന്ന് ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. ഫാമിന്റെ പ്രവർത്തനം കുട്ടികൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുള്ള മൗലിക അവകാശത്തിന്റെ ലംഘനമാണ്. ഫാം പ്രവർത്തിക്കുന്നതില്ലെന്നും അതിയന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗം ഡോക്ടർ F വിൽസൺ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇത് നടപ്പിലാക്കുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യമെങ്കിൽ നെയ്യാറ്റിൻകര DYSPയുടെ സേവനം തേടാനും കമ്മീഷൻ നിർദ്ദേശിച്ചു. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ സൈന്യത്തെ ഇറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ച കുടുംബം. രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. 2 ദിവസം കർണാടകയിലെ അധികൃതർ വീഴ്ച വരുത്തി. നിലവിലെ രക്ഷാദൌത്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അർജുനൊപ്പം എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരവും അധികൃതർ പുറത്തുവിടണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിൽ നിന്ന് ആളുകളെ അയക്കാൻ അനുവദിക്കണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചു. അമ്മ ഷീലയും സഹോദരി അഞ്ജുവും അടക്കമുള്ള കുടുംബമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അർജുനടക്കം 3 പേർ 5 ദിവസമായി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. ചെളി നിറഞ്ഞ മണ്ണാണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത്. ശനിയാഴ്ച രാവിലെ മംഗളൂരുവിൽ നിന്നും എത്തിച്ച റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റഡാറിൽ നിന്നും സിഗ്നൽ ലഭിച്ചുവെങ്കിലും മണ്ണിനടിയിലുള്ളത് ലോറിയാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. നിലവിൽ ഈ സ്ഥലത്തെ മണ്ണ് മാറ്റിക്കൊണ്ട് ഊർജിത തിരച്ചിൽ നടക്കുകയാണ്. റഡാർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തണമെന്നും കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിനെ തുടർന്ന് ഇവിടേക്കുള്ള പ്രവേശനം വിലക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അധികൃതരാണ് പ്രവേശനം നിരോധിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ കുളിച്ച കുട്ടിക്ക് ഇന്നലെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഈ ദിവസം ഇവിടെ കുളിച്ചവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ നിർദ്ദേശം നൽകി. ആദ്യം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണൂർ അഡീഷണൽ DMO ഡോക്ടർ KC സച്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് തന്നെയാണോ കുട്ടിക്ക് അസുഖം ബാധിച്ചതെന്നറിയാൻ വെള്ളച്ചാട്ടത്തിലെയും വീട്ടിലെയും വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. സാമ്പിൾ പൂനെയിലെ ലാബിലേക്കും അയച്ചിട്ടുണ്ട്. വിശദ പരിശോധനാ റിസൾട്ട് വരുന്നതുവരെ താൽക്കാലികമായാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം.
കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.